ഇന്ത്യയും ന്യൂസിലാൻഡും 2026 ഏപ്രിൽ 27 ഡൽഹിയിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA ഒപ്പുവച്ചു. ഇത് 10 വർഷത്തിലധികമായി നീണ്ട ചർച്ചകൾക്ക് ശേഷമുള്ള വൺസ് ഇൻ എ ജനറേഷൻ കരാർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. കരാറിന്റെ പ്രധാന ഹൈലൈറ്റുകൾ: ഇന്ത്യൻ എക്സ്പോർട്ടുകൾക്ക് ന്യൂസിലാൻഡിൽ 100% ഡ്യൂട്ടി ഫ്രീ ആക്സസ്, 8,000-ലധികം ഉൽപ്പന്നങ്ങൾക്ക്. ടെക്സ്റ്റൈൽ, ലെതർ, ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഓട്ടോ കോമ്പോണന്റുകൾ തുടങ്ങിയവയ്ക്ക് വലിയ ഗുണം. ന്യൂസിലാൻഡ് എക്സ്പോർട്ടുകൾക്ക് ഇന്ത്യയിലേക്ക് 95% ഉൽപ്പന്നങ്ങൾക്ക് ടാരിഫ് നീക്കം ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഡയറി, മീറ്റ്, വൈൻ, ഫ്രൂട്ട് തുടങ്ങിയവയിൽ ചില സംരക്ഷണങ്ങൾ ഉണ്ടാകാം. ട്രേഡ് ടാർഗറ്റ്: നിലവിലെ ഏകദേശം $2.4 ബില്യൺ ട്രേഡ് 5 വർഷത്തിനുള്ളിൽ 5 ബില്യണായി ഉയർത്താനാണ് ലക്ഷ്യം. നിക്ഷേപം: ന്യൂസിലാൻഡ് ഇന്ത്യയിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ $20 ബില്യൺ, ഏകദേശം 1.8 ലക്ഷം കോടി രൂപ നിക്ഷേപം നടത്താൻ പ്രതിബദ്ധത. മറ്റു ഗുണങ്ങൾ: സേവന മേഖല, IT, എഡ്യൂക്കേഷൻ, ടൂറിസം, ലേബർ മൊബിലിറ്റി, പ്രൊഫഷണലുകൾക്ക് വിസ പാതകൾ, ഏകദേശം 5,000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അവസരം. നടപ്പാക്കൽ: കരാർ 2026 അവസാനത്തോടെ പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. ന്യൂസിലാൻഡ് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. കേരള ഇന്ത്യൻ ബിസിനസ് ഇംപാക്ട്: ടെക്സ്റ്റൈൽ, ഫാർം, IT, എഞ്ചിനീയറിംഗ് മേഖലകളിലെ എക്സ്പോർട്ടർമാർക്ക് നല്ല അവസരം. ഡയറി, ആപ്പിൾ, കിവി തുടങ്ങിയ ന്യൂസിലാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ എൻട്രി സാധ്യത. ഇത് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായും ഗ്ലോബൽ സപ്ലൈ ചെയിൻ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായും കാണപ്പെടുന്നു. മറ്റു വാർത്തകൾ: ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവറി. സെൻസെക്സ് 600+ പോയിന്റുകൾ ഉയർന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾക്കിടയിൽ റിക്കവറി. പ്രൈവറ്റ് സെക്ടർ PMI ഉയർന്നു. ഏപ്രിലിൽ ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടർ ഗ്രോത്ത് തിരിച്ചുവന്നു. മാർജിൻ ട്രേഡിംഗ് ബുക്ക് വർധന. ഏപ്രിലിൽ 8.6% ഉയർന്ന് 1.14 ലക്ഷം കോടിയായി. HCL ടെക്, സെയിൽ, ഇൻഫോസിസ് തുടങ്ങിയവയിൽ ലെവറേജ് പൊസിഷനുകൾ ഉയർന്നു. ടാറ്റ സ്റ്റീൽ ആൻഡ് സയന്റ് DLM സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. മോത്തിലാൽ ഓസ്വാൾ പറയുന്നത്: ടാറ്റ സ്റ്റീലിന് 14% അപ്സൈഡ്, സയന്റ് DLMന് 26% അപ്സൈഡ്. സ്റ്റീൽ ഡിമാൻഡ് വളർച്ച പ്രതീക്ഷിക്കുന്നു. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.